സോ ഹായ് ഹലോ 12th മാച്ചിലെങ്കിലും വീണ്ടും സ്വാഗതം. അങ്ങനെ ഒഡീഷയ്ക്കെതിരെയുള്ള മാച്ച് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഒഡീഷയുടെ എതിരെയുള്ള മാച്ചിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് മാച്ച് ടോക്കാണ്, അതായത് സഡൻ പോസ്റ്റ് മാച്ച് ടോക്കാണ്. ഇപ്പോൾ കളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 3-2 എന്നുള്ള സ്കോർ ലൈനിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഒരു ഡ്രാമാറ്റിക് മാച്ച് എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഈ ഒരു മാച്ചിനെ പറയാം. സോ ഈ മാച്ചിൽ ഗോൾ സ്കോറേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ സ്ക്വാഡിലുള്ള എല്ലാ ഫോർവേഡ് പ്ലേയേഴ്സ്, അതായത് ഫോറിൻ ഫോർവേഡ് പ്ലേയേഴ്സ് എല്ലാവരും സ്കോർ ചെയ്തൊരു മത്സരം കൂടിയാണ് ഈ ഒരു മത്സരം. അതായത് ഹെയ്സസ്, നോവ സദോയ് ആൻഡ് പെപ്ര. 4-ാം മിനിറ്റിൽ തന്നെ ഒഡീഷ ലീഡ് എടുക്കുന്നു. അതിന് ശേഷം കുറേ നേരം കഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ ബ്ലോക്കുകളാണ് ഈ ഒരു മാച്ചിൽ ഒഡീഷ നടത്തിയിരിക്കുന്നത്. അങ്ങനെ വന്ന് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പെപ്പർ ഫസ്റ്റത്തെ സ്കോർ ചെയ്യണു. അങ്ങനെ 60-ാമത്തെ മിനിറ്റിൽ നമ്മുടെ ഹെയ്സൂസ് ഇറങ്ങുന്നു, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. എൻ്റെ മൈൻഡിൽ വന്നൊരു തോട്ട് സെയിം ആയിട്ട് തന്നെയായിരുന്നു ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ബിബിനും ഹെയ്സൂസും, കാരണം രണ്ട് പ്ലേയേഴ്സ് ഇഞ്ചറിക്ക് ശേഷമാണ് വരുന്നത്. അലക്സാണ്ടറെ കോയ്ഫിനെ മാറ്റി ഹെയ്സൂസിനെയും പിന്നെ പതിയെ ബിബിനെ ഇറക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതും. ഇറ്റ് വാസ് ക്വൈറ്റ് സർപ്രൈസിങ് ദാറ്റ് അത് അതേപോലെ തന്നെ വന്നു. പിന്നെ ഹെയ്സൂസിൻ്റെ ഒരു തിരിച്ചുവരവ് അറിയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം രണ്ടാമത്തെ ഗോള് വാസ് ഹെയ്സൂസ് ഇറങ്ങിയ ഒരു ഗോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വരുന്നത്. ആകെ 2-3 മാച്ചുകൾ മാത്രമാണ് ഹെയ്സൂസ് ഗോൾ അടിക്കാത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ 10ാമത്തെ ഗോളാണ് ഹെയ്സൂസ് ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ISL ഗോൾഡൻ ബൂട്ട് റേസിൽ 2ാം സ്ഥാനത്തേക്കും ഹെയ്സൂസ് വന്നിരിക്കുകയാണ്. പിന്നെ വൺ ആൻഡ് അനദർ നോവ സദോയ് ഇഷ്ടം പോലെ ഷോട്ടുകൾ എടുക്കുന്നുണ്ടായിരുന്നു. വെച്ചാൽ നമുക്ക് സെൽഫിഷ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഷോട്ട്സ് കുറേ നേരം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. സെൽഫിഷ് എന്ന് കുറേ പേര് ഇപ്പോൾ കളി നടക്കുന്ന സമയത്ത് ഗ്രൂപ്പിലായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം ആ ഒരു ഷോട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് റഹീം അലീൻ്റെ കാലിൽ നിന്നൊരു ഡിഫ്ലക്ഷൻ ഗോളായി മാറിയത്. പിന്നെ പെപ്രയുടെ ഗോൾ വന്നത് ഒരാളുടെ ബ്രില്യൻസ് കൊണ്ടാണ്. അത് കൗറവ് സിംഗിൻ്റെ ഒരാളുടെ ബ്രില്യൻസ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് ത്രൂ പാസ് കളിക്കാനുള്ള മൈൻഡ് സെറ്റ് ആ ഒരു പ്ലെയറിന് ഉണ്ടാച്ചാൽ ഹീ ഈസ് ജസ്റ്റ് എ ജെം ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്യൂച്ചർ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു സഡൻ ടോക്കാണ്. അതേപോലെ തന്നെ നവോച്ച അടുത്ത മാച്ചിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ഉണ്ടാവില്ല. 4 യെല്ലോ കാർഡ് കിട്ടിയതിൻ്റെ സസ്പെൻഷൻ എന്തായാലും നവോച്ചയ്ക്ക് ഉണ്ട്. ഇനി വരുന്ന മാച്ചുകളിൽ ലൂണ 3 യെല്ലോ കാർഡായിട്ട് നിൽക്കുകയാണ്. ലൂണ പോയി കഴിഞ്ഞാൽ ലൂണയും പഴയ ഒരു ഫോമിലേക്ക് വരുന്നൊരു ഇതിൽ സന്തോഷം തോന്നുന്നുണ്ട്. സോ പ്ലെയർ സാധ്യതകൾ ഒഴിയുന്നില്ല, അത്രയാണ് പറയാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോഴും കമൻറ്റ് ബിലോ. ഇതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ആദ്യം കമൻറ്റ് ലൈവ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ സബ്സ്ക്രൈബ് ദ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.